പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ ഉയർച്ചയെ, ആ അനുഗ്രഹത്തെ തടയുവാൻ ഒന്നിനും കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ധൈര്യമാണ് 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വലിയ ഉയർച്ചയെ ഇന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഏത് വ്യക്തിക്കും ഇൻസ്പിറേഷനാണ് വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതം. ഒരു പട്ടണത്തിലെ ചെറിയ കോൺവെന്റില് 4 ചുവരുകൾക്കുള്ളിൽ കന്യാസ്ത്രീയായി ഒരു എന്താ പറയുന്നത്, പുറലോകം അറിയാത്തൊരു വ്യക്തിക്ക് കർത്താവായ ഈശോ ചില ദർശനങ്ങളെ, ചില മെസ്സേജുകളെ പങ്കുവച്ചപ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവനും റിജക്ഷൻസ് മാത്രമായിരുന്നു. ഒരിക്കലും ആ കൊച്ചു പട്ടണം കടന്ന്, ആ രാജ്യം കടന്ന്, യൂറോപ്പിൽ തന്നെ ദരിദ്ര രാജ്യമെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്ന പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കടന്ന് പുറത്തോട്ട് പോകേണ്ടതായിരുന്നില്ല ദൈവകരുണയുടെ ജപമാല, മാനുഷികമായി പറഞ്ഞാൽ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒന്ന് നോക്കിയേ. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം ലോകത്തിന്റെ സകല ഭാഗങ്ങളിലും, സകല രാജ്യങ്ങളിലും വിശ്വാസികൾ ദൈവകരുണയുടെ ജപമാല ചെല്ലുമ്പോൾ അത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സാക്ഷ്യം കൂടെയാണ്. ഹല്ലേലൂയ. ഇന്ന് ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ ഇന്ന് ചില വിഷയങ്ങൾ നിമിത്തം, ചില പ്രശ്നങ്ങൾ നിമിത്തം നിനക്ക് മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് പോലും അറിയാൻ മേലായിരിക്കും. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിൽ ഇതേപോലത്തെ സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ചുറ്റും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു. ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്. എനിക്ക് സിസ്റ്ററിന് ലഭിച്ച, വിശുദ്ധയ്ക്ക് ലഭിച്ച മെസ്സേജുകൾ എങ്ങനെ പങ്കുവെക്കണം, ആരോട് പങ്കുവെക്കണം, അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും, ഈശോ എത്തിക്കുവാൻ പറഞ്ഞു, എങ്ങനെ എത്തിക്കും ഒന്നും അറിയാമല്ല. പുറത്തോട്ട് നോക്കുമ്പോൾ ലോകമഹായുദ്ധങ്ങൾ നടക്കുന്നു. യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഇതിനുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. ആ സമയത്ത് അതിന്റെ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ നടുവിൽ കർത്താവ് ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ കരുണ കടന്നു വരുന്നതിനും ഈ ലോകത്തിൽ ദൈവത്തിന്റെ സമാധാനം കടന്നു വരുന്നതിനും നീ ഒരു കാര്യമാണ് ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. എന്റെ കരുണയെക്കുറിച്ച് കാൽവരി മലമുകളിൽ നിങ്ങൾക്കെല്ലാവർക്കുമായി ഉയർത്തപ്പെട്ട, പരിഹാര ബലിയായി തീർന്ന, സകലത പൂർത്തീകരിച്ച എന്റെ കുരിശിലെ ബലിയെക്കുറിച്ച്, ആ ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവ കരുണയെക്കുറിച്ചും നീ ലോകമെങ്ങും പ്രഘോഷിക്കുക. എല്ലാവരിലും ആ കരുണയെ എത്തിക്കുക. റോമാ 5-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലേ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ അവിടുന്ന് ചൊരിഞ്ഞതാണ് കുരിശിലെ ബലിയിലൂടെ. നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ ലോകത്തിലുള്ള ഏത് മഹാഭാവിക്കും ദൈവത്തിന്റെ കരുണയിലേക്ക് കടന്നു വരാം. ആ കരുണയുടെ അനന്ത പ്രവാഹം അവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്ന വലിയ സന്ദേശം വിശുദ്ധ ഫൗസ്തീനയിലൂടെ ലോകം മുഴുവനും കേൾക്കുവാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയിലൂടെയാണ് പിന്നീട് ദൈവകരുണയുടെ ജപമാലയും സന്ദേശങ്ങളും അതിന് വലിയൊരു സുതാര്യത ലോകം മുഴുവനേക്കും അത് പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് പാപ്പ അതിനൊരു പ്രചാരകനായി തീർന്നുകൊണ്ട് ദൈവം പാപ്പായെ ഉപയോഗിച്ചു. ജോൺ 2-ാമൻ മാർപ്പാപ്പയെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ നിറവേറ്റുകയാണ് ദൈവം ചെയ്തത്. ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വാഗ്ദാനം നൽകിയ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും തന്നെ വാഗ്ദാനത്തെ മറന്നു പോകത്തില്ല. നിനക്ക് വേണ്ടി ദൈവം അത്ഭുത വഴി തുറക്കുവാൻ, നിന്നേക്കാൾ ഉപരി ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ അവിടുന്ന് ശ്രമിക്കുന്നുണ്ട്. യെശയ്യാ 45:2 വചനത്തെ നമ്മൾ കാണുന്നു. ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും എന്ന് വിശ്വസിക്കുക. വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നിനക്ക് മുൻപേ കടന്നുപോയി അത്ഭുത വഴികളെ തുറക്കും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നിനക്ക് വാഗ്ദത്തം നൽകിയ ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും. ദൈവത്തിന്റെ അശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് ആ അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിക്കാം. ഗോഡ് ബ്ലസ് യു.